ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഐ+ന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൃഢനിശ്ചയമുള്ളവർക്ക് അസാധ്യമായതെന്തും സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കൂട്ടിനായി വേണ്ടത് ദൃഢനിശ്ചയം തന്നെയാണ്. വിജയം വരെ പോരാടും എന്ന ഉറച്ച വിശ്വാസം, അതാകട്ടെ നിങ്ങളുടെ ശക്തി. സുഹൃത്തുക്കളെ, തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ ഏതാഗ്രഹവും ഈ പ്രപഞ്ച ശക്തികൾ നിറവേറ്റിത്തരും. അതുകൊണ്ട് മനസ്സിൽ തറപ്പിച്ച് പറയുക, തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന്. ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. കേരള PSC വർഷാവർഷം നടത്തുന്ന +2 ലെവൽ പരീക്ഷയാണ് CPOയുടെ പരീക്ഷ. +2 ലെവലിലുള്ള വർഷാവർഷം നടത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരീക്ഷയാണ്, മത്സര പരീക്ഷയാണ് CPO. ഈ CPOയുടെ പരീക്ഷ എഴുതി വിജയിക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് തന്നെ ഞാൻ പറയും. താല്പര്യമുള്ള ആർക്കും നേടാവുന്നതേ ഉള്ളൂ. ചിട്ടയായ പരിശീലനത്തിലൂടെ, കൃത്യമായ ആസൂത്രണത്തിലൂടെ, ഐ+ന്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കും നേടിയെടുക്കാവുന്നതാണ് CPO എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ, സമൂഹത്തിലെ ഏറ്റവും നല്ല വിലയുള്ള ഉദ്യോഗങ്ങളിലൊന്നായ പോലീസ് ഓഫീസർ എന്ന ഉദ്യോഗം. സുഹൃത്തുക്കളെ, യൂണിഫോം പോസ്റ്റിൽ താല്പര്യമുള്ളവർ, അതിനായി ലക്ഷ്യമിടുന്നവർ തീർച്ചയായിട്ടും ഐ+ന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് കൂടി കണ്ട് പഠിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഐ+ നിങ്ങൾക്കായി തയ്യാറാക്കുന്നു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ. CPO പരീക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടാൻ നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എങ്ങനെയാണ് ഒരു CPO പരീക്ഷ നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാം. അതായത് CPOയുടെ മത്സര പരീക്ഷയുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ, സാധാരണ 100 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ 100 മാർക്കിൽ 80 മാർക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നമേ വരുന്നില്ല. കാരണം LD ലെവലിൽ, ഡിഗ്രി ലെവലിൽ, LGS ലെവലിൽ ഒക്കെ ജനറൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ടോപ്പിക്ക് തന്നെയാണ് 80 മാർക്കിന് CPOയ്ക്കും ചോദിക്കുന്നത്. 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്സ്. 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ 8 ഏരിയകളാണ് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 8 മൊഡ്യൂളുകൾ, 8 വിവിധ വിഷയങ്ങൾ. അത് ആദ്യമായി പഠിക്കുന്ന ചില വിഷയങ്ങൾ വരുന്നത് കൊണ്ട് ചെറിയ ഒരു അപരിചിതത്വം നിങ്ങൾക്ക് തോന്നും എന്നതല്ലാതെ അത് പഠിക്കാനൊരു ബുദ്ധിമുട്ടേ ഇല്ല. അപ്പം ഞാൻ എങ്ങനെ ആ 20 മാർക്കിൻ്റെ മാർക്ക് ഡിവിഷനും ഏതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളതും എന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് BNS ഭാരതീയ ന്യായ സംഹിത ഒരു ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്ലിയർ ആയല്ലോ. ഇനി KP ആക്ട് എന്ന് പറയും, കേരള പോലീസ് ആക്ട്. കേരള പോലീസ് ആക്ട്. പിന്നെ പഠിക്കാനുള്ളത് BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു ഏരിയ NDPS ആക്ട്. NDPS ആക്ട് എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട്, ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. അതും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒന്ന് RTI ആക്ട്. RTI ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ജനറൽ ടോപ്പിക്കിൽ പഠിക്കുന്നത് തന്നെയാണത്, പക്ഷെ കുറച്ച് സെക്ഷൻ കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നീട് വരുന്നത് നിങ്ങൾ ജനറൽ ടോപ്പിക്ക് പഠിക്കുന്നത് തന്നെയാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്. അപ്പൊ എത്രയായി കഴിഞ്ഞു? 1, 2, 3, 4, 5, 6, 7. ഒന്നും കൂടി IT ആക്ട്. IT ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം
എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, വിവര സാങ്കേതിക നിയമം എന്ന് പറയുന്നത്. ഈ 8 മേഖലകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 20 മാർക്കിന്. ഇനി അതിന്റെ മാർക്ക് ഡിവിഷനും കൂടെ ഞാൻ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയാണ്. 4 മാർക്ക്. 4 മാർക്ക്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 3 മാർക്കിന്. കേരള പോലീസ് ആക്ടും 3 മാർക്ക്. ഇനി അപ്പൊ നോക്കൂ, 3 ടോപ്പിക്കുകൾ അപ്പോൾ തന്നെ 10 മാർക്ക് ആയി കഴിഞ്ഞു. 4, 3, 3. 20 മാർക്കിൽ പകുതിയും ഈ 3 ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഇനിയുള്ള 5 എണ്ണത്തിന് ഈ 2 മാർക്ക് വെച്ചാണ്. അതായത് ഭാരതീയ സാക്ഷി അധിനിയം 2 മാർക്കിന്, NDPS ആക്ട് 2 മാർക്കിന്, RTI ആക്ട് 2 മാർക്കിന്, പോക്സോ ആക്ട് 2 മാർക്കിന്, IT ആക്ട് 2 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 20 മാർക്കിനാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാനുള്ളത്. വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഓരോ ടോപ്പിക്കും വളരെ വ്യക്തമായി തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. അല്പം താല്പര്യത്തോടു കൂടി I+ന്റെ ക്ലാസ്സുകൾ കാണാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ഈ ഏരിയ നിങ്ങൾ പറയും, ഇത് ബാലികേറ മലയല്ല, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും ഈസിയായി പഠിച്ചെടുക്കാൻ കഴിയുന്ന മേഖലയാണ്. ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ഒപ്പം ഞാനുണ്ട്, I+ കൂടെ ഉണ്ട്. അപ്പോ ഇതാണ് അതിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് BNS ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. BNS എന്താണ്? BNS എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. BNS 2023. ഇവിടെ ഭാരതീയ ന്യായ സംഹിത, ഇതാണ് ഈ ടോപ്പിക്കിന്റെ പേര്. ഭാരതീയ ന്യായ സംഹിത 2023. ശ്രദ്ധിച്ച് കേൾക്കുക. ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിന്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമമാണ് BNS എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമസംഹിതയാണ് BNS അഥവാ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. BNSന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏത്? അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകണം. ഈ BNS ആയിരുന്നില്ലല്ലോ 2023 വരെ BNS എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് IPC ആണ്. IPC, ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയും. ഇന്ത്യൻ ശിക്ഷാ നിയമം. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. ഇന്ത്യയിലെ ക്രിമിനൽ നിയമ സംഹിതയുടെ അല്ലെങ്കിൽ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്ന 3 നിയമങ്ങൾ നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കുക. എങ്ങനെ? ഇന്ത്യയിലെ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ ആധാരശിലകൾ എന്നറിയപ്പെടുന്ന 3 നിയമങ്ങളുണ്ട്. അതാണ് BNS, BNSS, BSA. ഇതാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകൾ എന്നറിയപ്പെടുന്ന 3 നിയമങ്ങൾ. ഇതിന്റെ പഴയ രൂപങ്ങളും കൂടെ ആദ്യമേ ഒന്ന് പഠിച്ചു വെച്ചോളുക. BNSന്റെ പഴയ രൂപം എന്ന് പറയുന്നത് IPC ആണ്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം പഠിക്കുക. BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. BSA ഭാരതീയ സാക്ഷ്യ അധിനിയത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം. ഈ 3 നിയമങ്ങളാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമവ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്.
അപ്പൊ ഇന്ത്യയിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യൻ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ ആധാരശിലകളായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, അല്ലെങ്കിൽ പഴയ ഇന്ത്യൻ പീനൽ കോഡ്, പഴയ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഇതിനെ 3 ആധാരശിലകളെന്ന് പറയാൻ കാരണം ഇനി നമുക്ക് നോക്കാം. BNS അല്ലെങ്കിൽ പഴയ IPC എന്താ പറയുന്നത്? ഇന്ത്യയിലെ ക്രിമിനൽ കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ശിക്ഷകൾ എന്താണ് എന്ന് പറയുന്ന നിയമമാണ് BNS. വ്യക്തമായി പഠിക്കണം. ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളുക. എന്തൊക്കെയാണ് ഇന്ത്യയിലെ ക്രിമിനൽ കുറ്റങ്ങൾ, ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണ്, അതിന് ഓരോന്നിനും ശിക്ഷ എന്താണ് എന്ന് പറയുന്ന നിയമമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാം സബ്സ്റ്റാൻഷ്യേറ്റീവ് ലോ എന്ന് പറയാം. സബ്സ്റ്റാൻഷ്യേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉറച്ച നിയമം, കുറ്റങ്ങളും ശിക്ഷകളും പറയുന്ന സബ്സ്റ്റാൻഷ്യേറ്റീവ് ലോ. എന്നാൽ BNSS എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊസീജിയർ ലോയാണ്, നടപടിക്രമങ്ങളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് എന്താണ് കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നത് BNS ആണ്. ആ കുറ്റങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ കുറ്റവാളിയെ, ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെങ്കിൽ കുറെ നടപടിക്രമങ്ങൾ പാലിക്കണ്ടേ? ആ നടപടിക്രമങ്ങൾ പറയുന്ന നിയമമാണ് BNSS. ഇനി ആ കുറ്റവാളി കുറ്റം ചെയ്തു എങ്കിൽ അതിന് ആധാരമായ തെളിവുകൾ വേണ്ടേ? അത് നൽകുന്നതാണ് BSA, തെളിവ് നിയമം. ഇപ്പൊ ഒരു കൊലപാതകം തന്നെ നടന്നു, നിങ്ങൾ വിചാരിക്കുക, ഒരു കൊലപാതകം. അപ്പൊ ആ കൊലപാതകം കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ്. BNSന്റെ സെക്ഷൻ 101 നിങ്ങൾ ഇനി പഠിക്കും, 101 കൊലപാതകം കുറ്റകരമാണ്. അതിന്റെ ശിക്ഷ എന്താണെന്നും BNSൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ആ കുറ്റാരോപിതനായ വ്യക്തി, അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നറിയണമെങ്കിൽ അയാളുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നോ എന്ന് വിശകലനം ചെയ്യണം. അയാളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി, അയാളുടെ കുറ്റപത്രം തയ്യാറാക്കി, അതിൽ വിചാരണ നടത്തി, ഒടുവിലാണ് അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നത്. ആ നടപടിക്രമങ്ങളെല്ലാം വരുന്നത് BNS ആണ്. ഇനി അയാൾ കുറ്റം ചെയ്തുവെങ്കിൽ, തീർച്ചയായിട്ടും ഒരു കൊലപാതകം നടത്തിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വേണ്ടേ? തൊണ്ടിമുതലുകൾ, അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ ഒക്കെ വേണ്ടേ? അതെല്ലാം വരുന്നത് BSAയിൽ. കണ്ടോ? അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം പൂർണ്ണമായും അത് കണ്ടെത്തണമെങ്കിൽ ഈ 3 നിയമങ്ങളും നിർബന്ധമായും നമുക്ക് സഹായകമാണ്. അതിനുള്ള ഇന്ത്യയിലെ ക്രിമിനൽ വ്യവസ്ഥയുടെ 3 ആധാരശിലകളായ നിയമങ്ങളാണ് BNSഉം BNSSഉം BSAയും. ഇനി ശ്രദ്ധിക്കുക, ഇത്രയും ആദ്യമായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇത് ഓരോന്നും നമ്മൾ പഠിക്കും. ആദ്യം BNSലേക്ക് നമുക്ക് കടക്കാം. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു BNSന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം IPC ആണ്, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം. 1860 IPC രൂപീകരിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, BNSന്റെ മുൻഗാമിയായ IPC രൂപീകരിക്കപ്പെട്ട വർഷമേത്? ഇനിയും ചോദിക്കുമ്പം നിങ്ങൾ പറയണം 1860. ഇത് രൂപീകരിക്കപ്പെട്ട വർഷം. എന്നാൽ IPC നിലവിൽ വന്നത് 1862 ജാനുവരി 1-ാം തീയതി. 1862 ജാനുവരി 1-ാം തീയതിയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ IPCയുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് മെക്കാളെ കമ്മീഷനാണ്. മെക്കാളെ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷൻ ഏത്? ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക അതേതാണ്? മെക്കാളെ കമ്മീഷൻ 1834 നിലവിൽ വന്നു. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഈ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്.
മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1834 ഏത് നിയമപ്രകാരമാണ് മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പോഴിവിടെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിക്കുക. IPCയുടെ ശില്പിയാര്? ലോർഡ് മെക്കാളെ. മെക്കാളെ പ്രഭുവാണ് IPCയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷനായ മെക്കാളെ കമ്മീഷനാണ് ഏത് രൂപീകരിക്കാൻ മുന്നിട്ട് നിന്നത്? IPC രൂപീകരിക്കാൻ. അതുകൊണ്ട് മെക്കാളെ പ്രഭുവിനെ നമ്മൾ വിളിക്കുന്നു ആർക്കിടെക്ട് ഓഫ് IPC. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ, ബ്രിട്ടീഷിന്റെ ആദ്യത്തെ നിയമ കമ്മീഷൻ ചെയർമാനും ഇദ്ദേഹമാണ്. എങ്കിൽ ഞാനൊരു റിലേറ്റഡ് ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് അതിന്റെ ചെയർമാൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് ലോ കമ്മീഷൻ നിലവിൽ വന്നത് 1955 അതിന്റെ ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത് MC സേത്തൽവാദ് ആണ്. MC സേത്തൽവാദ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. MC സേത്തൽവാദ് ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ലോങ്സ്റ്റ് സെർവിംഗ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒന്നാമത്തെ AG, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ AG ആയി പ്രവർത്തിച്ച ആള് എന്നൊക്കെ നമ്മൾ പഠിച്ച MC സേത്തൽവാദ് ആണ് ആദ്യത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ സ്വതന്ത്ര ഇന്ത്യയിലെ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് തിരിച്ചിതിലേക്ക് വരാം. അപ്പോ IPC രൂപീകരിക്കപ്പെട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആ IPC ആണ് ഇപ്പൊ എന്തായി മാറിയത്? BNS ആയി മാറിയത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തിനു വെറുതെ IPCയെ BNS ആക്കി? എന്തിന് CRPCയെ BNSS ആക്കി? എന്തിന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ BSA ആക്കി മാറ്റി? അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തോളുക, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. IPC 1860 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്. 1973 നമ്മുടെ CRPC വന്നത്. നോക്കൂ, പല പ്രൊവിഷൻസും, ആ നിയമങ്ങളിലെ പല പ്രൊവിഷൻസും കാലഹരണപ്പെട്ടു പോയി. കാലോചിതമായി മാറ്റം വരുത്തണ്ടേ? ഒരുപാട് കാലഹരണപ്പെട്ടു പോയ നിയമങ്ങൾ മാറ്റണം, ചിലത് തിരുത്തി കുറിക്കണം, ചിലത് പൂർണ്ണമായി ഒഴിവാക്കണം. അങ്ങനെ നവീകരിക്കുന്നതിന് വേണ്ടി 2023 നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ഈ 3 നിയമങ്ങൾക്കും പരിഷ്കാരം കൊണ്ടുവന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോളൂ, ഈ 3 നിയമങ്ങളും വന്നത് ഒരേ ദിവസം തന്നെയാണ്. ഈ 3 നിയമങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് ഒരാള്, ലോകസഭയിൽ അവതരിപ്പിച്ചത് ഒരേ ദിവസം, രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ഒരേ ദിവസം, രാഷ്ട്രപതി അംഗീകരിച്ചത് ഒരേ ദിവസം, നിലവിൽ വന്നതും ഒരേ ദിവസം. അപ്പം BNS എന്ന് നിലവിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉത്തരം പഠിച്ചാൽ ബാക്കി 2 നിയമങ്ങളും നിലവിൽ വന്നത് അത് തന്നെയാണെന്ന് ഓർത്തോളുക. നമുക്ക് ഓരോന്ന് രസകരമാണ്, നമുക്ക് ഓരോന്ന് പഠിക്കാം. നോക്കൂ, BNS ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് പുതിയ നിയമമാണല്ലോ. പുതിയ നിയമം വരുന്നത് എങ്ങനെ? പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച് അങ്ങനെയല്ലേ നിയമം നിലവിൽ വരികയുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോ BNS ഭാരതീയ ന്യായ സംഹിതയ്ക്ക് വേണ്ടി ആദ്യ ബില്ല് അവതരിപ്പിച്ചത് എന്ന് ആര്? ബില്ല് അവതരിപ്പിച്ച ആളിന്റെ പേര് മറക്കരുത്, അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത്. നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് എന്തവതരിപ്പിച്ചത്? BNSന്റെ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചത്. എന്നാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? 2023 ഓഗസ്റ്റ് മാസം 11 2023 ഓഗസ്റ്റ് 11 അവതരിപ്പിച്ച ബില്ല്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയിൽ അതിൽ ചില പിശകുണ്ട് എന്ന് മനസ്സിലാക്കി ആ ബില്ല് മുന്നോട്ട് കൊണ്ടുപോകണ്ട. കേന്ദ്ര ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ നൽകി ആ ബില്ലിൽ പിഴവുണ്ട്, അത് തിരുത്തണം. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആ അവതരിപ്പിച്ച ബില്ല് പിൻവലിച്ചു.
അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ബില്ല് രണ്ടാമതായി അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12-ാം തീയതി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. 2023 ഓഗസ്റ്റ് 11-ാം തീയതി അവതരിപ്പിച്ച ആദ്യ ബില്ലില് ചില പിശകുണ്ട് എന്ന് ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കുകയും 2023 ഡിസംബർ 12-ന് പുതുക്കിയ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പം ഇതെന്താണ് 2 ഡേറ്റ് ഞാൻ പറഞ്ഞത്? വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. BNS വേണ്ടി ആദ്യ ബില്ല് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചുകൂടെ? എങ്കിൽ നിങ്ങൾ ഈ ഡേറ്റ് പറയണം. 2023 ഓഗസ്റ്റ് 11-ാം തീയതി. പുതുക്കിയ ബില്ല് അവതരിപ്പിച്ചതെന്ന് 2023 ഡിസംബർ 12-ാം തീയതി. അതാണ് നിയമമായി മാറിയത് കേട്ടോ. ആ ബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. ലോകസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-ാം തീയതി. ഈ ബില്ല് ലോകസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-ാം തീയതി. പിറ്റേ ദിവസം ആ ബില്ല് രാജ്യസഭയും അംഗീകരിക്കുകയാണ്. ആ ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21-ാം തീയതി. ഇതാണ് രാജ്യസഭ അംഗീകരിച്ചത്. രാഷ്ട്രപതി അംഗീകരിച്ചത് എന്നാണ്. ഇനി രാഷ്ട്രപതി അംഗീകാരം കൊടുത്തത്, ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25-ാം തീയതി. വേണമെങ്കിൽ ഇവിടെ ഒരു ചോദ്യം വരാം. ഭാരതീയ ന്യായ സംഹിതയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആര്? 23-ലെ കാര്യമാണ് പറയുന്നത്. ദ്രൗപദി മുർമു, നമ്മുടെ നിലവിലെ രാഷ്ട്രപതി തന്നെയാണ്. ഒപ്പുവെച്ചത് എന്നാണ്? ക്രിസ്മസ് ഡേ ഡിസംബർ 25. മറക്കൂല. ഇനി ആ നിയമം നിലവിൽ വന്നത്, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതെന്ന് 2024 കേട്ടോ. 2025 അല്ല, 2024 ജൂലൈ മാസം 1-ാം തീയതി. ഞാനിവിടെ ഒന്നുകൂടെ എഴുതാം. 2024 ജൂലൈ മാസം 1-ാം തീയതി. 2024 ജൂലൈ മാസം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, തെറ്റിക്കരുത്. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് 2024 ജൂലൈ മാസം 1-ാം തീയതി. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് BNSS പഠിക്കുമ്പോഴും ഇതേപോലെ പഠിച്ചാൽ മതി. ആദ്യ ബില്ല് അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11, അതിനെ പുതുക്കി 2023 ഡിസംബർ 12-ൽ അവതരിപ്പിച്ചു. ലോകസഭ ആ ബില്ല് പാസ്സാക്കിയത് 2023 ഡിസംബർ 20-ന്. രാജ്യസഭ ആ ബില്ല് പാസ്സാക്കിയത് 2023 ഡിസംബർ 21-ന്. അത് രാഷ്ട്രപതി അംഗീകരിച്ചത് 2023 ഡിസംബർ 25. BNSSും നിലവിൽ വന്നത് 2024 ജൂലൈ മാസം 1-ാം തീയതി. മറക്കാതിരിക്കുക. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നോക്കൂ, നമ്മുടെ ഇനി 1-2 ചെറിയ കാര്യം കൂടെ നമുക്കിവിടെ ഓർമ്മിപ്പിക്കാം. IPCയിൽ എത്ര അധ്യായങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, IPCയുടെ കാര്യം, പഴയ IPCയിൽ 23 അധ്യായങ്ങൾ ഉള്ളത് BNSലേക്ക് വന്നപ്പോൾ അത് കുറഞ്ഞു. BNSൽ 20 അധ്യായങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട പല കാര്യങ്ങളും മാറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. പകരം 20 അധ്യായമായി ചുരുക്കി. സെക്ഷനുകൾ നോക്കൂ, 511 സെക്ഷൻ IPCയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 358 സെക്ഷനുകളായി മാറി. 358 സെക്ഷൻ. ഒന്ന് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഇതിന് ഓർത്തിലേലും കുഴപ്പമില്ല, ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. BNSൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുകളുമുണ്ട്. BNS എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. BNS എവിടെയൊക്കെ ബാധകമാണെന്ന് ചോദിച്ചാൽ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ IPCയിൽ നിന്ന് BNSലേക്ക് വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ എന്താണ്? എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വന്നു? അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? IPCയിൽ നിന്ന് വിട്ടകന്ന് BNSന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. കുറ്റങ്ങൾ ലിംഗനിഷ്പക്ഷമായി. കുറ്റങ്ങൾ ലിംഗനിഷ്പക്ഷമായി എന്ന് പറഞ്ഞാൽ എന്താണ്? IPCയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, ലിംഗനീതിയില്ലായിരുന്നു പല കാര്യത്തിലും. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഇപ്പോൾ
നമ്മൾ മുമ്പ് സ്ത്രീയും പുരുഷനും എന്ന് മാത്രമല്ലേ പറയുള്ളൂ. ഇപ്പൊ എന്താണ്, ഒരു തേർഡ് ജെൻഡറും കൂടെ വന്നില്ലേ, മൂന്നാം ലിംഗക്കാര്, അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റകൃത്യങ്ങൾ ലിംഗനിഷ്പക്ഷമാക്കി BNS. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം വിപുലീകരിച്ചു. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം വിപുലീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം രക്ഷയ്ക്ക്, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമുക്ക് അവകാശമുണ്ട്. അതിനുവേണ്ടി, അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ വലിയ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തും. അത് ഒരാളുടെ അപകടത്തിലോ മരണത്തിലോ പോലും ചിലപ്പം കാരണമാകാം. പക്ഷെ എന്നാലും നമുക്ക് സ്വയം രക്ഷയ്ക്കുള്ള അവകാശമുണ്ടെന്നാണ്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ BNS-ൽ നമ്മൾ പഠിക്കും. ഇനി 34-ാം സെക്ഷൻ 34 മുതൽ 44 വരെയുള്ള സെക്ഷനിലാണ് സ്വകാര്യ പ്രതിരോധം പറയുന്നത്. അത് വ്യക്തമായി നമുക്ക് പഠിക്കാം. അതായത് എനിക്ക് എൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അവിടെ വേറെ ഒന്നും ഞാൻ നോക്കൂല. എന്നെ ആക്രമിക്കാൻ വരുന്നവനെ ഞാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പൊ ഞാൻ നടത്തിയ ആക്രമണം കുറ്റകരമാണെന്ന് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. എന്നെ കൊല്ലാൻ വരുന്ന, എൻ്റെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ വരുന്ന ആളിനെ ഞാൻ ശക്തിയുക്തം തടയും. ചിലപ്പോ ആ മൽപ്പിടുത്തത്തിൽ അയാൾ മരണപ്പെട്ടു എന്നും വരും. കൊലപാതകം കുറ്റകരം തന്നെയാണ്. എങ്കിലും ഞാൻ പറയുന്നത് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി വിപുലപ്പെടുത്തി BNS-ലേക്ക് വന്നപ്പോൾ. ഇനി നോക്കൂ, കോടതി അസാധുവാക്കിയ കുറ്റങ്ങൾ നീക്കം ചെയ്തു. BNS പ്രകാരം കുറേ കുറ്റങ്ങൾ അത് കുറ്റമല്ല എന്ന് പറഞ്ഞ് കോടതി എടുത്തു കളഞ്ഞു. അത് BNS-ൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. IPC സെക്ഷൻ 377 എന്താണെന്ന് അറിയാമോ? 377-ാം സെക്ഷനിൽ എന്താ പറയുന്നത്? പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങളാണ്. പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾ അതിപ്പം കുറ്റകൃത്യമല്ല ചിലത്. എന്താണ് അവിടെ നോക്കൂ. ഈ സ്വവർഗരതി ഇപ്പം നിയമവിധേയമാക്കി. സുപ്രീം കോടതിയുടെ 2018 നവതേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസിൽ സുപ്രീം കോടതി പരമപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. എന്താണ് ഈ ശരിക്ക് ഈ വകുപ്പ് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു. 377 എന്ന് പറയുന്നത് അസാധുവാണ്. അത് പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾ വലിയ ശരിക്ക് IPC-യിൽ പറയുന്നത് അതിന് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. പക്ഷെ അത് നോക്കൂ, സ്വവർഗരതി, ആണിനോട് ഇഷ്ടം തോന്നുന്നത്, പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത്, അങ്ങനെയൊക്കെ കല്യാണം പോലും ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ സ്വവർഗത്തിൽപ്പെട്ട ആൾക്കാർ. അതിപ്പം കുറ്റകരമല്ല. അപ്പൊ സ്വവർഗരതി നിയമവിധേയമാക്കിയപ്പോ 377-ാം വകുപ്പ് അപ്രസക്തമായി. അവിടെ ആ വകുപ്പ് പ്രകാരം അത് കുറ്റകരമല്ല, അതെടുത്ത് കളഞ്ഞു. അതുപോലെ മറ്റൊരു വകുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. IPC 497 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ ഇപ്പം കുറ്റകരമല്ല എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി സമ്മതത്തോടുകൂടി സ്ത്രീയും പുരുഷനും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ശരിക്ക് വ്യഭിചാരം എന്ന കുറ്റകൃത്യമായി കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അത് ക്രിമിനൽ കുറ്റമല്ല. ശരിക്കും പറഞ്ഞാൽ വ്യഭിചാരം ക്രിമിനൽ കുറ്റമല്ലാതായി മാറി ഇപ്പോൾ. അപ്പോൾ IPC-ലെ 497-ാം വകുപ്പ് ഇപ്പൊ എടുത്തു വെച്ച് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റില്ല. നോക്കൂ, ഇങ്ങനെ കാലോചിതമായ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, ഈ സ്വവർഗരതി നിയമവിധേയമാക്കിയത് നവതേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമല്ല, വ്യഭിചാരം ക്രിമിനൽ കുറ്റമല്ല എന്ന് വിധി പ്രഖ്യാപിച്ചതും 2018 സുപ്രധാനമായ ഒരു കേസാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ കേസിലാണ് 2018 സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ശരിക്ക് വ്യഭിചാരം ക്രിമിനൽ കുറ്റമല്ല. കണ്ടോ? അപ്പൊ അതൊക്കെ മാറ്റി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇനി നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചു. നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചു. ധാരാളം കുറ്റകൃത്യങ്ങൾക്ക് പഴയ പിഴയിൽ നിന്ന് കൂടുതലായിട്ടുള്ള
പിഴ കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ BNSന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. തുടർന്നുള്ള എല്ലാ ഏരിയയും നമുക്ക് വളരെ വ്യക്തമായി ഭംഗിയായി പഠിച്ചു തന്നെ പോകാം. ഇനി ഇതിൻ്റെ സെക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ് നമുക്ക് തീർച്ചയായിട്ടും എല്ലാം ഭംഗിയായി തന്നെ പഠിച്ചു പോകാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്താ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് പഠിക്കാം എന്നൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ എത്രയും വേഗം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമുക്ക് വിശദമായി തന്നെ പഠിച്ചു പോകാം. എല്ലാവർക്കും ഇഷ്ട ഉദ്യോഗം ലഭ്യമാകാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.